ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്രയെക്കുറിച്ചും വിഷ്ണുവിനെക്കുറിച്ചും സിദ്ധുവിനും രംഗനും കൂടുതൽ സംശയം വരികയാണ്. അങ്ങനെ സിദ്ധു വിഷ്ണുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ രംഗനെ ഏൽപ്പിക്കുകയാണ്. ചന്ദ്രയുടെ ആ ബന്ധുവില്ല, അയാളോട് ചോദിച്ചാൽ ചിലപ്പോൾ വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ പറ്റും, അതുകൊണ്ട് ആ വഴിക്കൊന്ന് അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ നേരിട്ട് പോയിട്ട് തന്നെ ഞാൻ അന്വേഷിച്ചോളാം എന്ന് രംഗം പറയാണ്. എന്നിട്ട് സിദ്ധു പറയാണ്, എനിക്ക് അയാളെന്നെ എവിടോ കണ്ടതുപോലെയുണ്ട്, പക്ഷെ എവിടെയാണെന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ രംഗം പറയാണ്, സിദ്ധു ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കെ, എനിക്കതല്ല സംശയമുള്ളത്. ചന്ദ്രയ്ക്ക് ആ വിഷ്ണുവിനെ കാണുമ്പോൾ എന്തോ ഒരു ടെൻഷനുണ്ട്, അവർ തമ്മിൽ എന്തോ ഒരു ഇടപാടുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇത്രയ്ക്കധികം വിഷ്ണുവിനെ പേടിക്കുന്നത്. ശരത്തിനെ പോലെയല്ല വിഷ്ണു, ശരത്തിനെ നമുക്ക് നല്ലതുപോലെ അറിയാം, അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഇവനെ എവിടെയാണ് കണ്ടത് എന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ രംഗം പറയണേ, എന്തായാലും ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങാം, എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല, വേഗം വേണം, അല്ലെങ്കിൽ നമ്മൾ വഴുകിപ്പോവും, അതാണ് പെട്ടെന്ന് തന്നെ അറിയണമെന്ന് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ വെറും വിഡ്ഢികളാവും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി വിഷ്ണുവിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഈ സമയം ജയശങ്കർ അക്ഷരയും കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അക്ഷര അവിടേക്ക് വരുന്നത്. എന്നിട്ട് ജയശങ്കർ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, നീ എവിടേക്ക് പോയതാണ്? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയതാണ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനും. ഏത് ഫ്രണ്ട് എന്ന് ചോദിക്കും. ഡാഡി എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? എനിക്കറിയാം ഡാഡി എന്നോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നതും അർത്ഥം വെച്ച് സംസാരിക്കുന്നതൊക്കെ. ഞാൻ എവിടേക്കാണ് പോയത് എന്നൊക്കെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞോളാം. നിന്റെ ഭർത്താവ് ഇവിടെ വന്നിരുന്നു, നിന്റെ ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു, പക്ഷേ നീ ഫോൺ എടുത്തില്ലല്ലോ. അതെൻ്റെ ഫോൺ സൈലൻ്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. വന്നിരുന്നു. എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നിരഞ്ജനോട് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ഒരിക്കലും ഭർത്താവിനോട് പറയാതെ ഭാര്യ പോകരുത്, അതാണ് നല്ല സ്നേഹമുള്ള ഭാര്യയുടെ ലക്ഷണം. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്നേക്കാളും ഒരുപാട് കാലം ജീവിച്ചതിൻ്റെ പഴക്കം കൊണ്ടാണെന്ന് നീ കരുതിയാൽ മതി. ഞാൻ പറയുന്നതിൻ്റെ വില എന്താണെന്ന് നിനക്കിപ്പോൾ മനസ്സിലാവില്ല. പക്ഷേ വെറുതെ ഭർത്താവിൻ്റെ മനസ്സിൽ വെറുതെ സംശയം ഉണ്ടാക്കണ്ട. അദ്ദേഹം അങ്ങനെ സംശയിക്കുന്ന ആളൊന്നുമല്ല. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഒരാണാണ് നിരഞ്ജൻ. അവൻ്റെ സ്വഭാവം എപ്പോഴാണ് സംശയം വരിക, എപ്പോഴാണ് മാറുക എന്നൊന്നും പറയാൻ കഴിയില്ല. അതിനൊരു അവസരം നീയായിട്ട് ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ജയശങ്കർ ഉപദേശിക്കാൻ കേട്ടോ. അപ്പോൾ അക്ഷരയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് അകത്തേക്ക് പോകുന്നത്. പിന്നീട് നിത്യയുടെ അടുത്തേക്ക് മുത്തശ്ശി വരികയാണ്. എന്നിട്ട് സ്നേഹത്തിൽ സംസാരിക്കുകയാണ്, മോളെ നിത്യ, ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞാൽ നീ അത് അനുസരിക്കുമോ? നമ്മുടെ വീട്ടിലിപ്പോൾ മൊത്തത്തിലൊരു പ്രശ്നങ്ങളാണ്. സുതിമോൻ പോയി, ഇപ്പോൾ മനോഹരനാണെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയുമായി. നീ എത്രയും പെട്ടെന്ന് അതിനങ്ങ് സമ്മതിക്കേ. എന്താ മുത്തശ്ശി പറഞ്ഞു വരുന്നത്? കല്യാണക്കാര്യമാണോ? അതെ മോളെ, നീ കല്യാണക്കാര്യത്തിന് അങ്ങ് സമ്മതിക്കേ. നീ എന്തിനാണ് അതിങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? ശരത്ത് മോന് എന്ത് കുറവാണുള്ളത്? അവന് നല്ലൊരു പയ്യനല്ലേ? നീ എന്തിനാണ് ഈ കല്യാണത്തിന് ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്? എന്ത് പറ്റി നിനക്ക്? ശരത്തിനെ ഇപ്പോൾ ഇഷ്ടമില്ലാത്തത് പോലെയാണല്ലോ നീ പെരുമാറുന്നത്. അതെ, ശരത്തിനെ കുറിച്ച് മുത്തശ്ശിക്ക് അറിയാത്തത് കൊണ്ടാണ്. നിനക്കാണ് അറിയാത്തത്. നിന്റെ മനസ്സിലെ ആ ദേവിക ഓരോന്ന് പറഞ്ഞ് നിന്റെ മനസ്സ് മാറ്റി വെച്ചിരിക്കുകയാണ്. അവൾ പറയുന്നതൊന്നും മോളെ നീ വിശ്വസിക്കേണ്ട. ആര് പറയുന്നത് വിശ്വസിക്കേണ്ട എന്നൊക്കെ എനിക്കറിയാം മുത്തശ്ശി. എന്തായാലും കല്യാണത്തിന് ഞാനിപ്പോൾ സമ്മതിക്കില്ല. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ഞാൻ എന്തായാലും മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്നില്ല. അങ്ങനെ ഇനി കല്യാണം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അസുഖമൊക്കെ മാറട്ടെ, അതുവരെ എനിക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. മുത്തശ്ശി ഒന്ന് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞ് നിത്യ കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ മുത്തശ്ശി, ഇവൾക്കിത് എന്ത് പറ്റി? ശരത്തിന് ജീവനായിരുന്നു, ഇപ്പോൾ ഇതെന്താ ഇവൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇതൊക്കെ ആ ദേവികയുടെ പണിയാണ് എന്നുള്ള ചിന്തയിലാണ് മുത്തശ്ശി നിൽക്കുന്നത്. പിന്നീട് നിരഞ്ജൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അക്ഷര നിരഞ്ജൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ ഇവിടേക്ക് കുറച്ച് മുന്നേ വന്നിരുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ വന്നിരുന്നു, പക്ഷേ നീ എവിടേക്കാണ് പോയത്? ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയത് കൊണ്ട് കുറച്ച് ഗുണമുണ്ടായി. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പൊന്നുമണിയെയും ശരവണനെയും അവിടെ വെച്ച് കണ്ടു, പക്ഷേ അവളോട് ഞാൻ എന്ത് പറഞ്ഞിട്ടും അവൾ അതൊന്നും അനുസരിക്കുന്നില്ല. ആ ശരവണനെ കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാലോ. അവനെങ്ങാനും അവളെ ചതിച്ചിട്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നഷ്ടം ആർക്കാണ്? അതുകൊണ്ട് നിങ്ങളൊന്ന് പൊന്നുമണിയെ ഉപദേശിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അമ്മയ്ക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൊന്നുമണിയെ ഇങ്ങനെ കയറൂരി വിടാനൊന്നും സമ്മതിക്കില്ല. അമ്മയോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് നിരഞ്ജൻ്റെ അമ്മയ്ക്ക് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ പൊന്നുമണി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, അവൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ആരോടൊപ്പമാണെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല. അമ്മ പൊന്നുമണിയെയും ശരവണനെയും കുറിച്ച് അറിയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാം, പക്ഷേ എന്ത് ചെയ്യാനാണ് മോനെ? അവളെ ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവൾക്ക് ആരെയും ഒരു പേടിയുമില്ല. അവളോട് എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്നതുമില്ല എന്നൊക്കെ പറയുമ്പോഴാണ്
ശരവണനും പൊന്നുമണിയും അവിടേക്ക് വരുന്നത്. അപ്പോൾ അവരെത്തി മോനെ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഫോൺ കട്ടാക്കണ്ട, അവളുടെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്ന് പറയുമ്പോൾ പൊന്നുമണി എനിക്ക് ആരോടും സംസാരിക്കേണ്ട, നിരഞ്ജനാണെന്ന് പറയുമ്പോൾ ഏത് നിരഞ്ജൻ, എനിക്ക് ഒരാളോടും സംസാരിക്കേണ്ട. അപ്പോൾ ശരവണൻ പറയണേ ഞാൻ എന്തായാലും സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിക്കുകയാണ്. എന്നിട്ട് നിരഞ്ജൻ ഡോക്ടർ സാർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ സാറിനെ കാണാതിരിക്കുകയായിരുന്നു, ഏതായാലും ഇപ്പോൾ ഫോണിലൂടെ തന്നെ നേരിട്ട് സംസാരിക്കാം, ഞാനും പൊന്നുമണിയും സ്നേഹത്തിനാണ്, ഞങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നിരഞ്ജൻ ഡോക്ടർ നടത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ എവിടെ നാടാ ഇത്രയ്ക്ക് ധൈര്യം കിട്ടിയത്? അത് പിന്നെ ഡോക്ടർ കരുതുന്നത് പോലെയല്ല, ഞാൻ പൊന്നുമണിയെ പൊന്നുപോലെ നോക്കിക്കോളാം, എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, പൊന്നുമണി ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല, ഞാൻ പറയുന്നത് വെറുതെയല്ല എന്ന് പറഞ്ഞപ്പോൾ നിരഞ്ജൻ പറയണ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഒരിക്കലും നടത്തി തരില്ല എന്ന് പറഞ്ഞപ്പോൾ പൊന്നുമണി പെട്ടെന്ന് ഫോൺ വാങ്ങിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ കല്യാണം നടത്തി തരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ശരവണനോടൊപ്പം ഇറങ്ങിപ്പോവും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടാക്കാൻ കേട്ടോ. അപ്പോൾ നിരഞ്ജൻ ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് പൊന്നുമണിയുടെ അഹങ്കാരമൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ടാണ് അക്ഷര നിൽക്കുന്നത്. അങ്ങനെ അക്ഷരയാണെങ്കിലോ വിശാലുമായി സംസാരിച്ച കാര്യം അപ്പോഴും നിരഞ്ജനോട് പറയുന്നില്ല. എന്നിട്ട് ശരവണൻ പൊന്നുമണിയോട് പറയണേ എന്തായാലും ഞാനിപ്പോൾ പോവുകയാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് ശരവണൻ പോവാണ്. അപ്പോൾ നിരഞ്ജനൊക്കെ വല്ലാത്ത സങ്കടമാവാണ്. ശരവണനെ പോലെയുള്ള ഒരാളെയാണല്ലോ പൊന്നുമണി പക തീർക്കാൻ വേണ്ടി ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അവളുടെ ജീവിതം അവൾ തന്നെ ഇല്ലാതാക്കുകയാണല്ലോ എന്നുള്ള വിഷമം വരികയാണ്. അമ്മയാണെങ്കിലോ പൊന്നുമണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ കണ്ട് പൊട്ടിക്കരയുകയാണ്. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ദേവിക എത്തിയിട്ടുണ്ട്. അങ്ങനെ ദേവികയുടെ അടുത്തേക്ക് ശരത്ത് വരികയാണ് ഭക്ഷണവുമായിട്ട്. എന്നിട്ട് പറയാണ് ദേവിക ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്, എന്നാൽ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട, നീ ഇതുവരെയും ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട്, നീയും അമ്മയും കൂടി ഇരുന്ന് കഴിച്ചോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, നീ വാങ്ങിയ ഭക്ഷണം എങ്ങനെ വിശ്വസിച്ച് കഴിക്കും, അതെന്താ നീ അങ്ങനെ പറഞ്ഞത്, അതെന്താണെന്നുള്ളത് നിനക്കറിയില്ലേ, അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത്, ഇതിൽ ഞാൻ വിഷം ചേർത്തിയിട്ടുണ്ട് എന്നാണോ? എന്താ നിനക്ക് ചേർത്തിക്കൂടെ, നിനക്കതൊക്കെ നല്ല ശീലമുള്ളതല്ലേ. അപ്പോഴത്തേക്കും അവിടേക്ക് പാർവതി വരികയാണ്. എന്താണ് ശരത്ത് മോനെ എന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മേ, ഞാൻ ദേവിക ഇതുവരെയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, അതിന് എന്നോട് പറയുന്നത് ഞാനിതിൽ വിഷം ചേർത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ പാർവതി അങ്ങ് ദേഷ്യത്തിൽ ദേവികയോട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താടി നീ ഈ പറയുന്നത്, അവൾക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ കഴിക്കേണ്ട ശരത്ത് മോനെ, വാ നമുക്ക് രണ്ടുപേർക്കും കഴിക്കാം. അല്ല അമ്മേ, ഞാനിത് കഴിക്കാൻ പറഞ്ഞതിന് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതെന്താടാ ശരത്ത് നീ അങ്ങനെ പറയുന്നത്, നീ എന്താ ഭക്ഷണത്തിൽ വിഷമൊന്നും കലക്കിയിട്ടില്ലേ, വിഷമൊന്നും ചേർത്തിട്ടില്ലേ ഇതുവരെയും എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ശരത്തങ്ങ് പതറുകയാണ്. അപ്പോൾ പാർവതി എന്താണ് ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തിൽ പാർവതി നോക്കുകയാണ്. അപ്പോൾ ദേവികയോട് ശരത്ത് പറയുന്നുണ്ട് നീ എന്താ കഴിക്കാത്തത്, നിന്നെയും ഇവിടെ അഡ്മിറ്റ് ആക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിനക്കൊന്നും നഷ്ടമില്ലല്ലോ, അയ്യോ നിന്നെ നോക്കാനേ ഇപ്പോൾ ഞാൻ വേണ്ടല്ലോ, മറ്റുള്ളവരൊക്കെ ഉണ്ടല്ലോ, അതിന് നിനക്കെന്താണ് നഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടും കൊണ്ടാണ് പാർവതി അവിടേക്ക് വരുന്നത്. എന്നിട്ട് പാർവതി പറയണേ മതിയടി നീ ഇങ്ങനെ തളയ്ക്കുന്നത്, വേണമെങ്കിൽ നീ കഴിച്ചാൽ മതി, അതിന് അമ്മേ ഞാൻ കഴിക്കാതിരിക്കുന്നത് ഇവൻ കൊണ്ടുവന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്, ഇവനെ ഒരു വിശ്വാസവുമില്ല, ഈ ഭക്ഷണത്തിൽ വിഷം കലർത്താൻ പോലും മടിയില്ലാത്തവനാണ്, എന്താ അമ്മേ ഇവൾ ഈ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്യോ, അങ്ങനെ ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് എപ്പോഴേ ആവാമായിരുന്നു, അയ്യോടാ എന്തൊരു മാന്യൻ, നീ എന്താടാ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലേ, റൂബിയുടെ മരണത്തിൻ്റെ പിന്നിൽ, ആ നടേശൻ സാറിൻ്റെ മരണത്തിൻ്റെ പിന്നിലൊക്കെ നീ തന്നെയാണ്, നീ അത് ഭക്ഷണത്തിൽ വിഷം കലർത്തിയതാണെന്നുള്ളത് ഇനി എത്രയും പെട്ടെന്ന് ഈ ഉദ്യോഗസ്ഥർ കണ്ടെത്തും, അപ്പോൾ അറിയാം നിന്റെ ഈ കള്ളത്തരമെല്ലാം, എന്താടി നീ ഈ പറയുന്നത്, മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോളം, വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ, നിനക്ക് ഭക്ഷണം വേണ്ടെങ്കിൽ നീ കഴിക്കണ്ട, എൻ്റെ കൺമുന്നിൽ നിൽക്കാതെ നീ അങ്ങ് പോകുന്നുണ്ടോ, അമ്മയ്ക്ക് ഇപ്പോഴും ഇവനെ കുറിച്ച് നല്ലതുപോലെ അറിയാത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇവിടെ പോലെ റൂബിക്കും നടേശൻ സാറിനൊന്നും ഇവനെ നല്ലതുപോലെ അറിയില്ലായിരുന്നു, അവർക്ക് ആ സത്യം മനസ്സിലാക്കിയപ്പോൾ അവരുടെ പ്രാണം ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ശരത്തിന് ദേഷ്യം പിടിച്ച് എടി എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദേവി ശബ്ദിച്ചു പോവരുത്, നീ ആരാണെന്നുള്ള സത്യം എത്രയും പെട്ടെന്ന് എല്ലാവരും പുറം ലോകം മുഴുവനും അറിയും, നീ ചെയ്ത എല്ലാ ക്രൂരതകളും എത്രയും പെട്ടെന്ന് പുറത്താവുകയും ചെയ്യൂ, അതുവരെയുള്ളൂ നിന്റെ ഈ നാടകവും അഭിനയവും, അപ്പോൾ അറിയാൻ പറ്റും ഭക്ഷണത്തിൽ വിഷം ചേർത്തുന്ന എക്സ്പേർട്ട് ആരാണെന്നുള്ളത്. അത് കേട്ടപ്പോൾ പാർവതി എടി പോടി ഇവിടെ നിന്ന്, നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്, നമുക്കൊരു പരിധിയുണ്ട്, ഇനി ഇവിടെ നിന്ന് പ്രസംഗിച്ചാൽ നിന്റെ നാവ് ഞാൻ
പിഴുതെടുക്കും. എൻ്റെ നാവ് അമ്മയ്ക്ക് പിഴുതെടുക്കാൻ കഴിയും, പക്ഷേ സത്യത്തിൻ്റെ നാവ് ഒരിക്കലും അമ്മയ്ക്ക് പിഴുതെടുക്കാൻ കഴിയില്ല. എങ്കിൽ എനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ദേവിക അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ പാർവതിക്ക് ഇതെന്താ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ശരത്താണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പാർവതി ശരത്തിനെ നോക്കുമ്പോൾ ശരത്ത് പാവത്തിൻ്റെ പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ പാർവതി പറയണ മോനെ ശരത്തെ നീ വിഷമിക്കേണ്ട, അവൾ അങ്ങനെ പലതും പറയും, വാ നമുക്ക് രണ്ടുപേർക്കും കൂടി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അങ്ങ് പോവുകയാണ്. അപ്പോൾ പാർവതിക്ക് മുന്നിൽ ശരത്ത് അഭിനയിച്ചുകൊണ്ട് പറയാണ്, ഞാൻ അമ്മയുടെ സ്നേഹത്തിൻ്റെ മുന്നിലാണ് അമ്മയെ ഞാൻ തോറ്റു പോകുന്നത്. ഞാൻ അമ്മയില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ആ വീട്ടിൽ നിന്നും പോയേനെ. അവർ ഈ പറയുന്ന നുണയൊക്കെ അവർക്കുള്ള ശിക്ഷ അവർക്ക് തന്നെ കാലം കൊടുത്തോളും. അല്ലാതെ ഇപ്പോൾ ഞാൻ എല്ലാം ക്ഷമിച്ചോളാം, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുമ്പോൾ പാർവതിക്ക് ശരത്തിൻ്റെ വിഷമം കാണുമ്പോൾ അങ്ങനെ സങ്കടം വരികയാണ്. പിന്നീട് നിരഞ്ജൻ്റെ ഫോണിലേക്ക് തങ്കച്ചി വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഡോക്ടറെ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്ക് എന്ന് പറയട്ടെ. അങ്ങനെ നിരഞ്ജൻ ആ വീഡിയോ നോക്കുന്ന സമയത്ത് അക്ഷരയും വിശാലും കൂടി സംസാരിക്കുന്നത് കാണുകയാണ്. അപ്പോൾ തങ്കച്ചി മനസ്സിലേക്ക് എരിപിരി കയറ്റി പറയുകയാണ്, കണ്ടില്ലേ, ഒരു തവണ നിങ്ങളെ ചതിച്ചവളാണ് ആ അക്ഷര. അതിനെക്കുറിച്ചൊക്കെ ജയശങ്കറിന് നല്ലതുപോലെ അറിയാം. സ്വന്തം അച്ഛനെ പോലും ചതിക്കാൻ മടിയില്ലാത്തവളാണ് അക്ഷര. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചോ, നിങ്ങൾ ഭർത്താവാണെങ്കിലും നിങ്ങളെ ചതിക്കാനും അവൾക്ക് ഒരു മടിയും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അക്ഷരയെക്കുറിച്ച് മോശമായിട്ട് നിരഞ്ജനോട് പറയട്ടെ. അപ്പോൾ നിരഞ്ജൻ പറഞ്ഞു, എൻ്റെ അക്ഷര ഒരിക്കലും എന്നെ ചതിക്കില്ല. അതൊക്കെ ഭർത്താക്കന്മാരെല്ലാവരും കരുതുന്നതല്ലേ, പക്ഷേ ചില ഭാര്യമാരുണ്ട് ഭർത്താക്കന്മാരെ ചതിക്കുന്നവർ, ആ കൂട്ടത്തിൽ പെട്ടതാണ് അക്ഷര. അതുകൊണ്ട് നിങ്ങളോട് ഇതുവരെയും അത് വിശാലിനെ കുറിച്ച് സംസാരിച്ചില്ലല്ലോ, വിശാലിനെ കണ്ട കാര്യമൊന്നും സംസാരിച്ചില്ല, അത് തന്നെ അവളുടെ ഒരു കള്ളത്തരമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നിങ്ങൾക്കാണ് എല്ലാം നഷ്ടപ്പെടാൻ പോകുന്നത്, അല്ലാതെ അക്ഷരയ്ക്കും വിശാലിനുമല്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തങ്കച്ചി ഫോൺ വയ്ക്കുന്നത്. അതോടുകൂടി അത് നിരഞ്ജന് വല്ലാത്തൊരു വിഷമമാവുന്നുണ്ട്. വിശാലിനെ കണ്ട കാര്യം എന്തായിരിക്കും അക്ഷര എന്നോട് പറയാതിരുന്നത് എന്നുള്ളൊരു വിഷമം നിരഞ്ജൻ്റെ മനസ്സിൽ വരികയാണ് കേട്ടോ. പിന്നീട് ജയശങ്കറിൻ്റെ അടുത്തേക്ക് സ്വാമി വരികയാണ്. എന്നിട്ട് ഈ വീഡിയോയെക്കുറിച്ച് ജയശങ്കർ സ്വാമിയോട് പറയട്ടെ. അപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ സ്വാമി പറയണ്, അയ്യോ ഇത് വല്ലാത്ത പ്രശ്നമാവുമല്ലോ ഈ ഒരു വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ ആ തങ്കച്ചി ഇപ്പോഴും നമ്മളെല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട് എന്ന്, അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഒന്ന് സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ അക്ഷര മേഡത്തിനാണല്ലോ ദോഷം ചെയ്യുക. നിരഞ്ജൻ ഡോക്ടറുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സംശയം ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് അക്ഷര മേഡത്തിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നതൊന്നും അക്ഷര മേഡം കേൾക്കുന്നില്ലല്ലോ. അല്ലെങ്കിലും അക്ഷര മേഡത്തിന് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അക്ഷര മേഡത്തിന് ജയശങ്കർ സാർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ല എന്നുണ്ടെങ്കിൽ അക്ഷര മേഡത്തിന് തന്നെയാണ് അത് ദോഷം ചെയ്യുക. കാരണം വിശാൽ ഒരു തവണ നിങ്ങളെയൊക്കെ ചതിച്ചത് അറിയാവുന്നതല്ലേ, ഇനിയും ചതിക്കുക തന്നെയാണ് വിശാൽ ചെയ്യുക. അതുകൊണ്ട് ശ്രുതിമോളെ കൂടി നിങ്ങൾ ഓർക്കണം, അവളുടെ ഭാവി കൂടിയാണ് ഇതിൻ്റെ പേരിൽ ഇല്ലാതാകുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്വാമി നല്ലവനെ പോലെ ജയശങ്കറിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ജയശങ്കറിന് സ്വാമി പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത്. സ്വാമിയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോഴും ജയശങ്കർ മനസ്സിലാക്കുന്നില്ല.